ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അതിൽ 140-ാമത്തെ പേജിലെത്തിയിട്ടേ ഉള്ളൂ. ഒരുപാട് പുസ്തകങ്ങൾ ഒരുമിച്ച് വായിക്കുന്നതുകൊണ്ട് പലപ്പോഴും പുസ്തകങ്ങൾ തീർക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഐ തോട്ട് സംതിങ് ലൈക്ക് അക്കൗണ്ടബിലിറ്റി പോലെ ഒരു കാര്യം ചെയ്താലോ എന്ന്. ഈ പുസ്തകത്തിൽ 368 പേജുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓരോ ദിവസമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം എത്ര പേജസ് വായിച്ചിട്ടുണ്ടെന്നും. അതിലെ ഒരു ഭാഗമാണിത്. ഇത് വായിക്കാം. ചില കഥകൾ, ആശയങ്ങൾ, കവിതകൾ, മറ്റു ചിലപ്പോൾ ചില വരികൾ പോലും ഒരെഴുത്തുകാരനെ മാറ്റിമറിച്ചെന്ന് വരാം. അവയുടെ മാന്ത്രിക സ്പർശത്തിൽ അയാൾ വീണു പോവുകയാണ്. ഇത്ര നാളും എഴുതിയത് പാഴായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അത്രയും കാലത്തെ സ്വന്തം ജീവിതം അപ്രസക്തമാണെന്നും അയാളുടെ ഉള്ളിൽ നിന്നും ഒരു തോന്നലുണ്ടാകും. ഇരുണ്ട ബോധോദയമാണത്. വലിയ വലിയ എഴുത്തുകാരും കവികളും തങ്ങളുടെ സർഗജീവിതത്തിൽ എപ്പോഴെല്ലാമോ അനുഭവിച്ചിരിക്കാനിടയുള്ള ചില തിരിച്ചറിവുകൾ. ചിലപ്പോൾ അത് വെറും തോന്നൽ മാത്രമായിരിക്കും. ക്ഷണികമായ ചില ആവേശങ്ങൾക്ക് പുറത്ത് അവർക്ക് തോന്നുന്നതാണ് അത് എന്നാവാം. എന്തു തന്നെയായാലും ഈ ഉൾവിളി എഴുത്തുകാരൻ്റെ ജീവിതത്തെ തലകീഴായി മറിക്കും. അതിൽ നിന്ന് കുറച്ചു കാലത്തേക്കെങ്കിലും അയാൾക്ക് മോചനമില്ല. അപ്രശസ്തനായ കവിയായിരുന്നുവെങ്കിലും ശ്രീനിവാസൻ്റെ കാര്യത്തിലും അതാണുണ്ടായത്. അയാളുടെ ചെറിയ കാവ്യ ജീവിതത്തെയും പ്രതിഭയെയും കഠിനമായി വെല്ലുവിളിച്ച ഒന്നായിരുന്നു മുക്തിപഥം മാസികയുടെ വായന.